സത്യം ചെയ്താൽ ആ സത്യപാലനം ചെയ്യുന്ന ദൈത്യനും ദേവനും ഒരുപോലെയാണ്. നമ്മൾ പറഞ്ഞല്ലോ കഴിഞ്ഞ വീഡിയോയിൽ വാമനമൂർത്തി പ്രത്യക്ഷമായി 3 അടി മണ്ണാണ് ചോദിച്ചത്. 3ാമത്തെ അടി എവിടെ? നാമാണ് എവിടെ പറയും. പക്ഷേ മഹാബലിക്ക് ഒട്ടും സംശയം തോന്നിയില്ല. മഹാബലി എന്താ പറഞ്ഞ്, അങ്ങ് 3ാമത്തെ അടി പെട്ടെന്ന് തന്നെ അളന്നെടുക്കണം. ഇനി ഒന്നേ ഉള്ളൂ, എനിക്ക് അഹമ്മതി നിറഞ്ഞ എൻ്റെ ശിരസ് താഴ്ത്തി കൊടുക്കുകയാണ്. ഇത്യുക്തവന്തം പുരുഷം പുരാതനം മഹാനുഭാവോ അഖില സാധു സമ്മത ബദ്ധാഞ്ജലിർ ബാഷ്പകുലാകുലേക്ഷണോ ഭാത്യുകളോ ഗദ്ഗദയാ ഗിരാബ്രവീത് അഹോ പ്രണാമായ സമുദ്യമാ പ്രപന്ന ഭക്താർത്ഥവിദോ സമാഹിത യല്ലോകപാലൈ സദനുഗ്രഹോ മരൈ ലബ്ധപൂർവോ പ്രസദേ അസുരേ അർപ്പിത ഇത്യുക്ത ഹരിമാനമമ്യ ബ്രഹ്മാണം സഭവം തദ വിവേശസുതലം മൃദോ ബലിർമുക്തസഖാസുരൈ ഏവമിന്ദ്രായ ഭഗവൻ പ്രത്യാനീയതിവൃഷ്ടവം പുരയിത്വാദിതോ കാമസകലം ജഗത് ലബ്ധപ്രസാദം നിർമുക്തം പൗത്രം വംശധരം ബലിം നിശാമ്യ ഭക്തിപ്രവണ പ്രഹ്ലാദ ഇതമബ്രവീത് നേമം വിരിഞ്ചോ ലഭതേ പ്രസാദം ന ശ്രീർണ സർവകിരുതാപരേതേ എന്നോ അസുരാണാമസി ദുർഗ പാലോ വിശ്വാഭിവന്ദിരഭിവന്ദിതാംഗ്രി യത്പാദപത്മമകരന്ദ നിഷേവണേന ബ്രഹ്മാദയാ ശരണദാസ്നുവദേ വിഭൂതി അസ്മാദ്വയം കുസൃതയ കലയോ നയസ്തേ ദാക്ഷിണ്യ ദൃഷ്ടിപദവിം ഭവത പ്രണീത ചിത്രം തവേഹിതമഹോ അമിതയോഗമായ ലീലാവിസൃഷ്ടഭുവനസ്യ വിസാരസ്യ സർവാത്മന സമദൃശോ വിഷമസ്വഭാവോ ഭക്തപ്രിയോ യതസ്യ കൽപ്പതരുസ്വഭാവ. പ്രഹ്ലാദ സ്വാമി പറഞ്ഞു, എന്താണ് ഭഗവാനെ, ഒരിക്കൽ എൻ്റെ തലയിൽ അവിടുത്തെ പാദം നമസ്കരിച്ച് അവിടുത്തെ പാദത്തിൽ ഞാൻ വീണു. അങ്ങേക്ക് എന്ത് വേണമെങ്കിലും എന്നോട് ചോദിച്ചാൽ പോലായിരുന്നോ? അതെല്ലാം തരിപ്പിക്കില്ലേ? ഭഗവാൻ വിളിച്ചെന്താണെന്നറിയാം. അപ്പോഴേ വത്സപ്രഹ്ലാദ ഭദ്രം ദേ പ്രയാഗി സുതലാലയം മോദമാനസപുത്രേണ ജ്ഞാതീനാം സുഖമാവഹ നിത്യം ദൃഷ്ടാസി മാം തത്ര ഗതാപാണിമവസ്ഥിതം മദ്ദർശനമാഹ്ലാദ ത്വസ്തകർമ്മ നിബന്ധന വത്സ പ്രഹ്ലാദ ഭദ്രം ദേ പ്രയാഗി സുതലാലയം മോദമാനസപുത്രേണ ജ്ഞാതീനാം സുഖമാവഹ നിത്യം ദൃഷ്ടാസിമം തത്ര ഗതാപാണിമവസ്ഥിതം ആഹ്ലാദത്വസ്തകർമ്മ നിബന്ധന. അല്ലേ പ്രഹ്ലാദ, വത്സ പ്രഹ്ലാദ, അവിടുന്ന് എന്താണ്, അവിടത്തേക്ക് എന്താണ് വേണ്ടത്? അവിടത്തേക്കും പുത്രപൗത്രാദികൾക്കും വേണ്ടി ഞാനൊരു രാജ്യം തന്നെ തീർത്തിരിക്കുകയാണ്, ഒരു ലോകം. സുതലാലയം, ഒരു സുതലമെന്ന് പറയുന്ന ഒരു സംഭവം ഞാൻ ഇപ്പം തീർത്തിരിക്കുകയാണ്. അവിടെ ആരെയാണ്? ഞാൻ കാവൽ നിൽക്കാൻ പോവുകയാണ്. നിനക്ക് എന്നെ എപ്പോഴും കാണണമെന്നല്ലേ പറഞ്ഞത്? നീ സർവ്വതിലും എന്നെ കണ്ടെന്നല്ലേ? ആദ്യം നിന്റെ ബാല്യകാലത്ത് നീ എന്താ പറഞ്ഞേ? തൂണിലും തുരുമ്പിലും ഞാനുണ്ടെന്ന്. ഇപ്പോൾ ഞാൻ രൂപം ധരിച്ചിരിക്കുന്നു. ഞാൻ എൻ്റെ സുദർശന ചക്രത്തോടുകൂടി നിനക്കും നിന്റെ പുത്രപൗത്രാദികൾക്കും ഒക്കെ സുഖമായിട്ട് ജീവിക്കാൻ ഞാൻ സുതലമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ സുതലത്തിൽ സുദർശന ചക്രത്തോടുകൂടി കാവൽ നിൽക്കുന്ന ആരാണെന്നറിയാമോ? ഈ നാമായിരിക്കും. ഇനി എന്താണ് നിനക്ക് വേണ്ടത് പ്രഹ്ലാദ? എപ്പോഴും എന്നെ കണ്ടുകൊണ്ട് സുഖമായിട്ട് അവിടെ വസിക്ക്. ഒരു കാലം എത്തുമ്പോൾ നിന്റെ പൗത്രൻ എന്തിനു വേണ്ടിയിട്ടാണ് യാഗം ചെയ്തത്? ഇന്ദ്രപട്ടം. ഈ മനുവിൻ്റെ കാലത്ത് പറ്റത്തില്ല. വൈവസ്വത മനുവിൻ്റെ കാലത്ത് നിനക്ക് നിന്റെ പൗത്രന് ഇന്ദ്രപട്ടം കിട്ടും. അതുവരെ നിങ്ങൾ ചെയ്ത കർമ്മമല്ലേ, ഈ യജ്ഞകർമ്മം ചെയ്ത് എന്നെ പ്രസാദിപ്പിച്ചിരിക്കുകയല്ലേ. ഇപ്പോൾ നിങ്ങൾ മാറി നിൽക്കുക. ഇപ്പോൾ നിങ്ങളിവിടെ വസിച്ചിട്ട് ദൈത്യൻ്റെയോ ദേവൻ്റെയോ ആരുടെയും ഉപദ്രവം നിങ്ങൾക്കുണ്ടാകില്ല. ആജ്ഞാം ഭഗവതോ രാജൻ പ്രഹ്ലാദോ ബലിനാശക ബാഡമിത്യമലപ്രജ്ഞോ മൂർധന്യാധായ കൃതാഞ്ജലി പരിക്രമ്യാദി പുരുഷം സർവാസുരജമുദിപതി പ്രണതസ്വതനിജ്ഞാത പ്രവിവേശ മഹാബലിം അധോരശനസം രാജൻ ഹരിർനാരായണോന്തികേ ആസീന മൃത്യുജാം മധ്യേ സ്വസി ബ്രഹ്മവാദിനാം ബ്രഹ്മൻ സന്തന ശിഷ്യസ്യ കർമ്മഛിദ്രം വിധന്യത യത്ത കർമ്മസ്യ വൈഷമ്യം
ബ്രഹ്മദൃഷ്ടം സമം ഭവേത്. അയ്യോ ഭഗവാനെ, ഇതെല്ലാം ഞങ്ങൾ ഋത്തുക്കളെല്ലാം ഓടി വന്നു. എന്നിട്ട് പറഞ്ഞു, ഭഗവാനെ കർമ്മഛിദ്രം വന്നിരിക്കുകയല്ലേ, കർമ്മത്തിൻ്റെ അവസാന ഭംഗം പൂർത്തിയാക്കാൻ പറ്റുന്നില്ലല്ലോ, അങ്ങ് വന്നിങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് അതിനെന്താ ചെയ്യേണ്ടത്? കൈ കൂപ്പിക്കൊണ്ട് ചോദിക്കുക. തദാധിപതോ പുമൻ കരിഷ്യാമി അനുശാസനം ഏതശ്രേയ പരം പുംസാമ്യ തവാജ്ഞാനുപാലനം അഭിനന്ദ്യകരേ രാജ്ഞാമുസന ഭഗവാനിധി യജ്ഞഛിദ്രം സമാദത്ത ബലേർവിപ്രക്ഷിസഖ ഏവം ബലേർമകിൻ രാജൻ വീക്ഷിത്വാ വാമനോഹരി ദദൗ ഭ്രാതേ മഹേന്ദ്രായ തൃതിവം യൽപരൈർഹൃതം പ്രജാപതിർബ്രഹ്മ ദേവർഷി പൃഥുഭൂമികൈ ദക്ഷഭൃംഗരോ മുഖേ കുമാരേണ ഭവേന ച. എല്ലാവരും വന്ന് ഭഗവാനോട് യജ്ഞം ഒന്ന് പൂർത്തീകരിക്കണമെന്ന് പറഞ്ഞു. ഭഗവാൻ എന്താണെന്ന് പറഞ്ഞോ? ഉപേന്ദ്രൻ കൽപ്പയാൻ ചക്രേ പതിം സർവഭൂതയെ തഥാ സർവാണി ഭൂതാനി പ്രസമുദിതേ നൃപ തതസ്ഥിന്ദ്ര പുരസ്കൃത്യ ദേവയാനേന വാമനം ലോകപാലേർ ദിവം നിന്നെ ബ്രഹ്മണാചാനം മോദിത. എൻ്റെ നാമം ജപിച്ച് പൂർത്തിയാക്കിക്കൊള്ളാനാണ് പറഞ്ഞത്. അവർ നാരായണ 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 എന്ന് പറയുമ്പോൾ ഋത്തുക്കൾക്കൊന്നും ഒരു കുഴപ്പമില്ല, യജ്ഞത്തിനൊരു കുഴപ്പമില്ല, എല്ലാം പൂർത്തിയാക്കിക്കൊള്ളാനാണ് പറയുന്നത്. ഈ കഥ ഞാൻ വളരെ വിശദമായിട്ട് പിന്നീട് പറയാം. എല്ലാവരും എന്താ പറയുന്നത്? ചവിട്ടിത്താത്തി ഇനി മഹാബലിയെ കൊടവേറനാക്കുക, വാമനനെ ക്രൂരനാക്കുക, ഇതൊന്നും ചെയ്യാൻ പാടില്ല. അതായത് ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന ഇന്ന് വരെ വെളിയിലേക്ക് കൊടുക്കാതെ ഓരോരുത്തരും തോന്നിവാസം ഇനി ഇത് ചെയ്താൽ വളരെ ദുരിതം ഉണ്ടാകും, പ്രകൃതി സമ്മതിച്ചു തരത്തില്ല. അതായത് തൻ്റെ ഭക്തൻ ദൈത്യനോ ദേവനോ ആരോ ആയിക്കോട്ടെ.